കളങ്കാവൽ സിനിമയുടെ 17-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച മികച്ച ബുക്കിംഗിലൂടെ ചിത്രം മുന്നേറുകയാണ്. 17-ാം ദിവസം കൊച്ചി, തിരുവനന്തപുരം, കാലിക്കറ്റ്, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലൊക്കെ കളങ്കാവലിന് മികച്ച ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മണിക്കൂറിൽ ചിത്രം ബുക്ക് മൈ ഷോയുടെ മാത്രം 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത്. സിനിമാ പ്രേമികൾ 17-ാം ദിവസവും കളങ്കാവൽ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ എത്തുമ്പോൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ട് വർദ്ധിപ്പിക്കേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചിത്രത്തിന്റെ ഷോ കൗണ്ടുകൾ വർദ്ധിക്കും തോറും ചിത്രത്തിന്റെ ബുക്കിംഗും വർദ്ധിക്കുമെന്ന് ഇതോടെ ഉറപ്പാണ്. അത്തരത്തിലുള്ള ഡാറ്റയാണ് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കളങ്കാവലിന്റെ 16-ാം ദിവസമായ ഇന്നലെയും ഇന്നത്തെയുമായ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ മാത്രം ട്രാക്ക് ചെയ്തത് 493 ഷോകളാണെങ്കിൽ ഇന്നത് 523 ഷോകളായി ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 17,666 പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തപ്പോൾ ഇന്ന് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ 17-ാം ദിവസം ട്രാക്ക് ചെയ്തിരിക്കുന്നത് 21,637 പ്രേക്ഷകരെയാണ്. അതോടൊപ്പം 16-ാം ദിവസം കളങ്കാവൽ സിനിമയുടെ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി കേരളത്തിൽ 18% ഇന്നത് 21% ഉയർന്നിരിക്കുകയാണ്. കൂടാതെ 16-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കഡ് കളക്ഷനിലൂടെ മാത്രം 28,83,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. ഇന്നത് ഈ സമയത്ത് തന്നെ 30,25,000 എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ ഫൈനൽ ട്രാക്കിംഗ് കളക്ഷനേക്കാൾ 21% വർധനവ് ഇതിൽ നിന്നും വ്യക്തമാണ്. അതായത് കളങ്കാവലിന്റെ 17-ാം ദിവസമായി ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടെ ആദ്യ 17 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം 35,60 ലക്ഷത്തിന് അടുത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കളങ്കാവൽ സിനിമയുടെ ഒരു ഒഫീഷ്യൽ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.